ചേതൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും ദാരുണമായ സംഭവമായിരുന്നു. ഷിംജിത എന്ന് പറയുന്ന യുവതി, മുസ്ലിം ലീഗ് നേതാവ്, അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാനുള്ള അവരുടെ ആഗ്രഹം ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ദുരന്തമായ, ഏറ്റവും സങ്കടകരമായ കാഴ്ച. ഏതായാലും അവരുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാദം നടന്നപ്പോൾ പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വച്ച വാദഗതികൾ എന്തായിരുന്നു ഈ കേസിൽ? മനു സൂചിപ്പിച്ച പോലെ തന്നെ വളരെ സങ്കടകരമായ വാർത്തയാണ്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് ആത്മഹത്യ ചെയ്ത കേസിലാണ് ഇപ്പോൾ പ്രതിയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാവുമായ ഷിംജിത മുസ്തഫയുടെ ജാമ്യ ഹർജിയിലെ വിധി ഇന്ന് കോടതി പ്രസ്താവിക്കുന്നതായിരിക്കും. കോഴിക്കോട് കുന്നമംഗലം കോടതി, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പുറപ്പെടുവിക്കുക. ഏകദേശം രാവിലെ 11 മണിയോടുകൂടി തന്നെ ജാമ്യ ഹർജിയിൽ തീർപ്പുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും മനു സൂചിപ്പിച്ച പോലെ പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് ഇത് ബോധപൂർവം പ്രതി ചെയ്ത കുറ്റമായിട്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. അത് മാത്രമല്ല, അറിയപ്പെടുന്ന ജനപ്രതിനിധിയും നാട്ടിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകയും കൂടിയാണ്. സ്വാഭാവികമായും ജാമ്യം നൽകിയാൽ അത് കേസിനെ ബാധിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. ഒപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ആയതിനാൽ ഈ ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം നൽകാൻ പാടില്ല എന്നാണ് കുടുംബത്തെയും പ്രോസിക്യൂഷൻ്റെയും നിലപാട്. പ്രതിഭാഗം പറയുന്നത് ഇത് മനഃപൂർവ്വം ചെയ്ത തെറ്റല്ല, അത് ഈ ആത്മഹത്യ ചെയ്ത ദീപക്കുമായി മുൻ വൈരാഗ്യമില്ല, അതുപോലെ തന്നെ മുൻപരിചയമില്ലാത്ത വ്യക്തിയാണ്. സ്വാഭാവികമായും ജാമ്യം തരണം എന്നാണ് പ്രതിഭാഗത്തിൻ്റെയും ആവശ്യം. വലിയ രീതിയിൽ സമൂഹത്തിൽ ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ് ഈ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയുടെ ആത്മഹത്യ എന്നതിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നത്. പയ്യന്നൂർ ടൗൺ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ബസ്സിലെ യാത്ര മധ്യയാണ് ഇത്തരത്തിൽ ഈ ദീപക്, കോഴിക്കോട് സ്വദേശിയായ ദീപക് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പറഞ്ഞതുകൊണ്ട് അത് വീഡിയോ ചിത്രീകരിക്കുകയും 7ഓളം വീഡിയോ ആണ് ചിത്രീകരിച്ചത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ സ്ലോ മോഷനിലാക്കി മറ്റ് എഡിറ്റ് ചെയ്ത് റീച്ച് കിട്ടാൻ വേണ്ടി, ലൈക്ക് കിട്ടാൻ വേണ്ടി പോസ്റ്റ് ചെയ്തു. തന്നോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിച്ച് ഒരാൾക്കൂട്ട വിചാരണയിലേക്ക് ദീപകിനെ തള്ളിവിട്ടു എന്നാണ് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ ബസ്സിൽ നടന്ന ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്തതാണ്. ഈ സംഭവം നടക്കുമ്പോൾ അവർക്ക് ആർക്കും തന്നെ ഒരു അറിവുമില്ലായിരുന്നു. ഈ സ്ത്രീ, ഈ പ്രതി ബഹളം വെച്ചില്ല. മാത്രമല്ല, ഒരു പരാതി പോലും ഇത്തരത്തിൽ ബസ് ജീവനക്കാരോട് ഈ ദീപകിനെതിരെ ഇവർ പറഞ്ഞിട്ടില്ല എന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും ബോധപൂർവമായി തന്നെ ഒരു റീച്ച് കിട്ടാൻ വേണ്ടി, സമൂഹ മാധ്യമങ്ങളിൽ റീച്ച് കിട്ടാൻ വേണ്ടി ഒരു യുവാവിനെ ബലി കഴിച്ചു എന്ന തരത്തിലാണ് ഈ വിഷയത്തിൽ പൊതുസമൂഹം നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ BNS 108 വകുപ്പാണ് പോലീസ് ചുമത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. 2 കേസാണ് എടുത്തത്. ഒന്ന് അസ്വാഭാവിക മരണവും ഒപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ആണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. 10 വർഷത്തോളം ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് കേരള പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മനു, ഈ വിഷയം നമ്മൾ എടുത്തു കാണേണ്ടത് മറ്റൊരു ആംഗിളിൽ കൂടെയാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ ചില പരാതികളൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്ത വ്യാജ പരാതികളൊക്കെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ജെനുവിനായ സ്ത്രീകളെ പരാതി ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഗുരുതരമായ ഒരു സാഹചര്യം മനു നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ധാരാളം ഈ നമ്മുടെ നാട്ടിലെ ലൈംഗിക അതിക്രമം, സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന ബസ്സിലൊക്കെ അനുഭവിക്കുന്ന ലൈംഗിക അതിക്രമമൊക്കെ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടാണ്. ഇനി ഭാവിയിൽ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഇത് ഷിംജിത മുസ്തഫ കേസുമായി ബന്ധപ്പെടുത്തി ദുർവ്യാഖ്യാനിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. തീർച്ചയായും ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ ഗൗരവതരമാണ് ചേതൻ. ഇത് ഈ കേസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ കേസിന്റെ പേരിൽ സ്ത്രീകൾക്കെതിരെ വ്യാപകമായ അധിക്ഷേപങ്ങൾ നടക്കുന്നത് ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവരെ പരിഹസിച്ചുകൊണ്ട്. ഇനി ഒന്ന് ഓർത്തു നോക്കൂ ചേതൻ, ഇനി യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ പോലും ആളുകൾ വീഡിയോ ചിത്രീകരിക്കാൻ, പോലീസിന് കൊടുക്കാനാണെങ്കിൽ പോലും വീഡിയോ ചിത്രീകരിക്കാൻ ഒന്നും മടിക്കും, ഒന്ന് ഭയപ്പെടും. കാരണം വേറൊരു തരത്തിൽ ആക്ഷേപം കേൾക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷിംജിത മുസ്തഫ ചെയ്ത ഈ തെമ്മാടിത്തരം ഈ കേസിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അതിനപ്പുറത്തേക്ക് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഇത് ഉണ്ടാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല.
ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മനു സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീകളൊന്ന് വീഡിയോ എടുക്കാൻ നടക്കും. നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, ബസ്സിലെ ജീവനക്കാരോട് പരാതി പറയാം. ബസ്സിലെ ജീവനക്കാർ സ്വാഭാവികമായും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നാണ് നിയമം. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഈ തെളിവ്, ഈ വീഡിയോ ഹാജരാക്കാം. ഈ വിഷയത്തിൽ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നേരിട്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ഒരു ആൾക്കൂട്ട മർദ്ദനമൊക്കെ, ആൾക്കൂട്ട വിചാരണയിലേക്ക് ഈ ചെറുപ്പക്കാരനെ തള്ളിവിട്ടു എന്നാണ് പ്രധാനമായും പറയുന്നത്. മറ്റൊരു കാര്യം കൂടി മനു നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ടത്, ഈ വിഷയത്തിൽ ഒരു സ്ത്രീയുടെ കണ്ണീർ, ഞാൻ അവിടെ 2-3 വട്ടം ആ വീട്ടിൽ, ഗോവിന്ദപുരത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ദീപകിൻ്റെ അമ്മ വാവിട്ട് കരയുന്നതായിരുന്നു. ഇവരുടെ ഒറ്റ മകനെയാണ് നഷ്ടപ്പെട്ടത്. കുടുംബത്തിൻ്റെ വിളക്ക് ഒക്കെ തന്നെ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒറ്റ മകനെയാണ് ഈ വിഷയത്തിൽ, ഈ സംഭവത്തിൽ ഇവർക്ക് നഷ്ടപ്പെട്ടത്. എതിർഭാഗത്തും ഒരു സ്ത്രീയുടെ കരച്ചിലുണ്ടെന്ന കാര്യം നമ്മൾ പ്രത്യേകം മറക്കരുത്. 2 കാര്യമാണ് ഉള്ളത്. ഒന്ന്, ഒരു തീരാ ദുഃഖത്തിലേക്ക് ഈ ദീപകിൻ്റെ അമ്മയും അച്ഛനെയും തള്ളിവിട്ടു. കാരണം ഏറ്റവും വലിയ ദുഃഖം എന്തെന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നത് ഒരു അമ്മയുടെ ദുഃഖം, പുത്രനെയും മക്കളെ നഷ്ടപ്പെട്ട അമ്മയുടെ ദുഃഖമാണ് പൊതുവെ ഏറ്റവും വലിയ ദുഃഖം എന്നാണ് വിലയിരുത്തുന്നത്. അത്തരത്തിലേക്ക് ഈ അമ്മയെ തള്ളിവിട്ടു. അത് മാത്രമല്ല മനു, ഏറ്റവും വലിയ ഈ ഷിംജിത മുസ്തഫ ചെയ്ത ദ്രോഹം എന്തെന്ന് പറഞ്ഞാൽ ആ മകനെ ഒരു റേപ്പിസ്റ്റായി ചിത്രീകരിച്ച് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തു എന്ന കൂടിയുള്ള ഒരു ആംഗിൾ നമ്മൾ കാണേണ്ടതാണ്. തീർത്താൽ തീരാത്തൊരു ദ്രോഹമാണ് ആ കുടുംബത്തോട് ഈ ഷിംജിത മുസ്തഫ, മുസ്ലിം ലീഗ് നേതാവായ ഷിംജിത മുസ്തഫ ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ സ്ത്രീ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ അവളെ വാവിട്ട് കരയുകയായിരുന്നു. പലപ്പോഴും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ മടിച്ചു. എന്നാലും നമ്മൾ ജോലിയുടെ ഭാഗമായാണ് അത്തരത്തിൽ അവരുടെ പ്രതികരണമൊക്കെ തേടേണ്ടി വന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് ജാമ്യ ഹർജിയിലെ വാദമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് 11 മണി ഉച്ച 12 മണിക്കകം ഈ ജാമ്യ ഹർജിയിലെ വിധി കുന്നമംഗലം കോടതി പ്രസ്താവിക്കുന്നതായിരിക്കും മനു.